ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്പടോ ടാറ്റാ ടാറ്റാ ടാറ്റ ഉണ്ടെങ്കിൽ ടാറ്റ ഉണ്ടോ? ഉണ്ടെങ്കിൽ ടാറ്റതാ, ഉണ്ടെങ്കിൽ ടാറ്റതാ. ഉണ്ണി പോവാണേ. എന്താ കണ്ണിലെന്താ? ഓക്കെ ടാറ്റ, ബൈ ബൈ, പോട്ടെ. രാവിലെ തന്നെ ബാഗും തൂക്കി ഞാൻ എങ്ങോട്ടാന്നല്ലേ? ഞാൻ അച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ എന്താ അങ്ങോട്ട് വേണോ? ചെറിയൊരു വർക്ക് നമുക്കുണ്ട്, വഴിയേ കാണാം കേട്ടോ. അച്ഛനിതാ താഴെ കാത്ത് നിൽക്കുകയാണ്. അച്ഛൻ എന്നെ പാലശ്ശേരി ഇറക്കി തരും കേട്ടോ. അവിടുന്ന് ഞാൻ ബസ്സിന് കയറി പകുതി വരെ ചെന്നാൽ അവിടെ വന്നിട്ട് നാത്തൂൻ എന്നെ പിക്ക് ചെയ്യും കേട്ടോ. അപ്പം എന്നാ നമുക്ക് പോവാം. അപ്പം അതാ ചേച്ചി തെങ്ങും കാത്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിലെത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പം ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ ഇങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നാലും നമുക്കൊരു ലേറ്റ് ആവാതെ നമുക്ക് വൈകുന്നേരം വീട്ടിലേക്ക് എത്താനാവുണ്ടാവുള്ളൂ. അതുകൊണ്ട് നേരത്തെ പോന്നു. പക്ഷെ ഞാൻ എത്തിയിട്ടൊന്നും ഏട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ പോയി എഴുന്നേറ്റിച്ച് കുത്തി പൊക്കി കൊണ്ടുവന്നിട്ടാണ് അതാ ഇരിക്കണത്. ഞാൻ എത്തിയ പാടെ തന്നെ ചായ കുടിക്കുകയെന്നും പറഞ്ഞിട്ട് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ്, ഞാൻ സാധാരണ അത്ര ഫുഡേ കഴിക്കുള്ളൂ, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കണം. അല്ലേ ചിത്തേക്കും ഉറങ്ങാൻ സമ്മതിച്ചില്ല. നല്ലപ്പാട് ഉണ്ടാക്കി കഴിച്ചു. ഒരു ഞായറാഴ്ച അല്ലേ, എനിക്ക് ഉറങ്ങണ്ടേ, അതുപോലെ സമ്മതിക്കില്ല. ഉണ്ടില്ലേ എനിക്ക് ഇതാ ഇപ്പം നിങ്ങൾക്ക് പിടി കിട്ടിയോ ഞാൻ എന്തിനാണ് വന്നിട്ടുള്ളതെന്ന്? ചേച്ചിക്ക് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് ഫുള്ള് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്കൊരു ഫ്രീ ഡേ കിട്ടിയ സമയത്ത് ഞങ്ങൾ വേഗം പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോന്നിട്ടുള്ളതാണ്. ഇല്ലേ പിന്നെ ചെയ്ത് കൊടുക്കാനായെന്ന് വരില്ല. അങ്ങനെ ഇതാ ഹെയർ വാഷിന് ശേഷം നമ്മൾ ഫസ്റ്റ് ക്രീം ഇട്ടിട്ട് അയൺ ചെയ്യാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ മരുമോൻ ഇതാ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വരവ് കണ്ടോ? ഇന്നത്ര അടിയിട്ടില്ല, മോശമായി പോയിട്ട് അടിത്തത്ത്. അമ്മ ഇതാ മുടി വാരുകയാണ് ഗൈസ്. ചേച്ചി അകത്ത് സെക്കൻഡ് ക്രീം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. കാരണം ക്രീമിന് അത്യാവശ്യം നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ പുറത്തോട്ടധികം ബാക്കിയുള്ളവരിലേക്ക് അധികം നമ്മളതിങ്ങനെ എത്തിക്കില്ല. അപ്പോൾ ചേച്ചി എൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് വന്നിരുന്നിട്ട് ഓരോ കഥകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തല്ലുകൂടാണ്. കണ്ട ഗൈസ്, ആവശ്യമില്ലാത്ത ഓരോ പ്രചോദനം നൽകി അമ്മനെ പ്രൊമോട്ട് ചെയ്യാണ് ഇവിടെ. അതെ അതെ അതെ. ഗൈസ്, ഇവന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ട്യൂഷൻ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ അടിവാകുന്നത് ഇമ്പോസിസം ആവുന്നത് ഇവനാണ്. അതിന്റെ ക്രെഡിറ്റ് ഇവന് മാത്രമുള്ളതാണ്. നോക്കൂ, ചിരിക്കൂ. ഇമ്പോസിസം വാങ്ങല്ല, ഇമ്പോസിപ്പ് കുറവാൻ പോലെ അടി മാത്രം ഇട്ടുള്ളൂ. അടിയില്ല, നന്നായി. പഠിക്കൂല, പഠിക്കാൻ മടിയാ. അപ്പൊ ഇതാ നമ്മുടെ സെക്കൻഡ് ചായ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം ഒരു 11:30-12 മണി അടുത്തായിട്ടുണ്ടാവും. ഫസ്റ്റ് ചായ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 9:30-10 മണിയായിരുന്നു കേട്ടോ. അത്ര ഒരു സമയം ആയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് അടുത്ത ചായക്കുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ വന്ന ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല, അൺലിമിറ്റഡ് കഴിച്ചുകൊണ്ടിരിക്കണം. കഴിച്ചിട്ടില്ലേ അതിന് ചീത്ത പറയും. ഫുള്ള് ക്രീമാണ് ഗൈസ് കൈ. എന്താടി നീ നോക്കി പഠിപ്പിക്കുക? നോക്കി പഠിപ്പിക്കുന്ന വേറെ ഒന്നല്ല കേട്ടോ. നിന്ന സെക്കൻഡിൽ ഞങ്ങൾ ഒന്നും രണ്ട് പണി തെറ്റി. അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് കണ്ടോണ്ടിരിക്കുന്നത്.
അടിപൊളി ഗൈസ്, അടിപൊളി. എന്റെ അമ്മ ഉണ്ടാക്കിയോണ്ട് അമ്മേന്റെ കുക്കിംഗ് ആണ് ഗൈസ്. എന്റെ അമ്മ ഉണ്ടാക്കിയോണ്ട് പറയുന്നത് അടിപൊളി, അടിപൊളി. സ്വതവേ എങ്ങനെ ഉണ്ടാകാറില്ല. സ്വതവേക്ക് ഉണ്ടാവല്ല, ഞാളുണ്ടോ അതൊക്കെ ഉണ്ടമ്മേ. നല്ല അറിയാം, നല്ല ഫുഡ്. നമുക്കെന്നാ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് വാഷും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ദെൻ നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. അത്രയും കൂടി ഉള്ളൂ ഇനി പണി. അമ്മ ഇതാ അവിടെ ഇരുന്ന് സീരിയൽ കാണുമായിരുന്നു കേട്ടോ. അത് എന്നിട്ട് അമ്മേനെ അലസാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് സ്ട്രൈറ്റ്നർ എടുത്ത് ഇരുന്നിട്ട് അലസാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കുറേ പറഞ്ഞു മുടിയിൽ ചെയ്യല്ലേ ചെയ്യല്ലേ ചെയ്യല്ലേന്ന്, പക്ഷെ സമ്മതിച്ചില്ല. മുപ്പരാപ്പട്ട പിടിച്ച് ഇരുത്തിയിട്ട് ഇരുന്ന് ചെയ്യുകയാണ്. പക്ഷെ അത്യാവശ്യം ചെയ്യാനൊക്കെ അറിയാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ട് 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 ഇപ്പം അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇതിലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ ചേച്ചീൻ്റെ ഹെയറിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്തി ആൻഡ് സിൽക്കി അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ ഇൻസ്റ്റയിലേക്കുള്ള റീലും കാര്യങ്ങളൊക്കെ വെറുതെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അസിസ്റ്റന്റ് ഫോട്ടോഗ്രാഫറാണ് ഗൈസ്. ഷൂട്ടിനിടയിൽ വെള്ളം കൊടുത്ത് സഹായിക്കാവുന്നതാണ് ഗൈസ്. ഒന്ന് ടച്ച് ചെയ്യൂ. അമ്മായിയമ്മ ക്യാമറ തിരിക്കുമ്പോഴത്തേക്ക് ഓടി. ആദ്യമൊക്കെ അവിടുന്ന് ഒളിച്ചും പൊത്തിയും കളിക്കാണ് കേട്ടോ. അവരെ ഓരോരോ കളികളും ഓരോ അബദ്ധങ്ങളും കണ്ടിട്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ നോക്കി കുറേ നേരം ചിരിച്ചു. പിന്നെ ഞങ്ങൾ താഴോട്ടിറങ്ങി പോണു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് എനിക്ക് ഓണം കളക്ഷനിലേക്കുള്ള കാര്യങ്ങളും അങ്ങനെ ഒരുപാട് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഏട്ടനെ ചേച്ചി എടുത്തു തന്നു. അങ്ങനെ ഇതാ നെക്സ്റ്റ് മൂന്നാമത്തെ ഫുഡിലേക്കുള്ള സമയമായിട്ടുണ്ട്. രാവിലെ ഒരു 9:30 ആയപ്പോൾ ഞാൻ വന്നപ്പോഴുള്ള ചായ, അതിൻ്റെ ഇടയിൽ കുറേ സ്നാക്സ്, അതിന് ശേഷം പിന്നെ സെക്കൻഡ് ചായ, അതിൻ്റെ ഇടയിൽ കുറേ ഫ്രൂട്ട്സ്, അതിന് ശേഷം ഇതാ ചോറിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ചോറ് കഴിക്കാൻ ഞങ്ങൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം വീട്ടിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഷൂട്ടും ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളും എല്ലാം കൂടെ കഴിഞ്ഞ് ഈ സമയമായി. അങ്ങനെ ഇതാ ആ ചോറും കഴിച്ച് ഞാൻ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ ഒരു 4, 4:30, 5 മണി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് കഴിക്കാൻ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വിശന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത്ര ഫുഡേ അല്ലാതെ കഴിക്കുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയാലാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതാ അവരോട് ചാറ്റം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാനിതാ നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.